എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആദ്യ 2 മണിക്കൂറിൽ 15% പോളിംഗ്. മിക്ക ബൂത്തുകളിലും നല്ല തിരക്കാണ്. സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പ്രചരണത്തിലെ വീറും വാശിയും വോട്ടെടുപ്പിലും പ്രകടമാണ്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ മിക്ക ബൂത്തുകളിലും നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു. പ്രമുഖ സ്ഥാനാർത്ഥികളും നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 7 മണിയോടെ നിലമ്പൂർ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 202 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് പൗരന്റെ അവകാശമാണെന്നും മണ്ഡലത്തിലെ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് അവര് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി, വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി അവര് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത ആളെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത്. മറ്റു ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല, ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ്, 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക. അപ്പോ വോട്ടിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. വോട്ട് ചെയ്തതിന് ശേഷം പറയാനുള്ളത് ഇല്ല, വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കോൺഫിഡൻസ് ലെവൽ വരികയാണല്ലോ, വലിയൊരു പ്രതീക്ഷയിലാണോ? ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല. പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യും. വലിയ വരവേൽപ്പാണ് ഈ മണ്ഡലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയത്. അതൊക്കെ വോട്ടിങ്ങിലേക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മണ്ഡലത്തിനുണ്ടായത്. ഓക്കെ, അതെ അതെ അതെ. അപ്പൊ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ബൂത്തുകൾ സന്ദർശിക്കുകയാണ് ചെയ്യുക. നിലമ്പൂർ നഗരസഭയിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് സന്ദർശനം ആരംഭിച്ച് അങ്ങനെ പോകാമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ശരി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും മാതാവ് മറിയുമ്മയും കുടുംബത്തോടൊപ്പം വീട്ടിക്കുത്ത് GLP സ്കൂളിലെ 184 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. പിന്നെ കുറെ സ്വതന്ത്രന്മാരും മത്സരിക്കുന്നുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. മഴയുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ആളുകളെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. മാത്രമല്ല, ബൈഡനല്ല പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ പിതാവിൻ്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത്. അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം, ഞങ്ങളുടെ ID കാർഡ് പോലും അദ്ദേഹത്തിൻ്റെ സേഫ് കസ്റ്റഡിയിലാണ് ഉണ്ടാവുക. ഞങ്ങളെത്തുന്ന ID കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല. വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെ ID കാർഡ് എടുത്ത് തരും, മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ. അതുപോലെ വോട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ID കാർഡ് അദ്ദേഹം തന്നെ, പിതാവ് തന്നെ വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിച്ചു. എന്ന് ഞാനൊക്കെ ID കാർഡ് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു, എനിക്ക് ID, ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ, ഒരു വോട്ട് ചെയ്യാൻ മാത്രം മതി, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി
ഈ തെരഞ്ഞെടുപ്പാണ്. സാധാരണ പിതാവിൻ്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസഭ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്തൊക്കെയായാലും ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ബൂത്തുകളിൽ എന്താണെന്ന് വെച്ചാൽ 59 പുതിയ ബൂത്തുകളാണ് ഉണ്ടായത്. 59 പുതിയ ബൂത്ത്. നേരത്തെ 204ആയിരുന്നു. 59. സാധാരണ ഓരോ വർഷം ബൂത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു 5 ബൂത്ത് അല്ലെങ്കിൽ ഒരു 6 ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പ്. ഇത് നേരെ മറിച്ച് 59 ബൂത്ത് വർദ്ധിച്ചതുകൊണ്ട് ബൂത്തുകളിൽ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ നീണ്ട ക്യൂയുടെ ആവശ്യമില്ല. ആർക്കും വോട്ട് ചെയ്ത് പോകാവുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു ഭൂരിപക്ഷം വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാലാവസ്ഥാ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊന്നും പ്രശ്നം കണ്ടിട്ടില്ല. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു കാലത്തുമില്ലാത്ത ആവേശവും ഒരു കാലത്തുമില്ലാത്ത ആൾക്കൂട്ടവുമാണ് UDFിൻ്റെ ഓരോ പരിപാടികളിലും. അത് കുടുംബയോഗമാവട്ടെ, എൻ്റെ പര്യടനമാവട്ടെ, കുട്ടിക്കലാശമാവട്ടെ, പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനമാവട്ടെ, എല്ലാ പരിപാടികളിലും ആദ്യം മുതലേ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു. അപ്പോൾ കോരിച്ചൊരിയുന്ന മഴയൊന്നും അതിനൊക്കെ അതിജീവിക്കുന്ന വലിയ ആവേശം. സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല. നിലമ്പൂരിൽ തനിക്ക് 75,000-ന് മുകളിൽ വോട്ട് ലഭിക്കുമെന്ന് പറയുന്നത് തന്റെ അമിത ആത്മവിശ്വാസമല്ല, യാഥാർത്ഥ്യമെന്ന് PV അൻവർ പറഞ്ഞു. വോട്ടെണ്ണൽ കഴിയുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന് കഥ എഴുതാൻ പോകാമെന്നും സ്വരാജിന് AKG സെന്ററിൽ പോകാമെന്നും തനിക്ക് നിയമസഭയിൽ പോകാമെന്നും PV അൻവർ പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും. അല്ല, അങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ഇത് സംഭവിക്കുള്ളൂ. നമുക്ക് കാണാം. അമിതമായല്ല, അത് ആത്മവിശ്വാസമാണ്. അത് ആ ജനങ്ങളെ എനിക്ക് അറിയുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണ്. ആ ജനങ്ങൾക്ക് എന്നെ അറിഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും. ആ ആത്മവിശ്വാസമാണ്, മനസ്സിലായില്ലേ? ആ മനസ്സുമായിട്ടാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ 75,000 വോട്ട് പിടിക്കും ഞാൻ എന്ന് പറഞ്ഞെടുത്ത് 75,000-ൽ നിന്ന് ഇന്നലത്തോടു കൂടി എനിക്ക് ബോധ്യപ്പെട്ടു 75,000-ൽ നിൽക്കില്ല. അതാ നിലമ്പൂരിലെ ജനവികാരം. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാലോ. PV അബ്ദുൽ വഹാബ് MP രാവിലെ 7 മണിക്ക് ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ വോട്ട് ചെയ്തു. UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കാലാവസ്ഥ പ്രതികൂലമായാൽ ഭൂരിപക്ഷത്തിൽ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ടൗൺ, നിലമ്പൂർ നഗരസഭ, പോത്തുകൽ, എടക്കര, അമരമ്പലം, കരുളായി, വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്ര ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ 263 ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 14 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.